ഹലോ, ഞാൻ സുഹാന. അപ്പോൾ നമ്മളിതിന് മുമ്പുള്ള വീഡിയോസിൽ മാക്രമേനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാക്രമേ, എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ത്രെഡ് ഉണ്ട്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം, എന്ത് വേണം, എവിടെ തുടങ്ങണം എന്നറിയാതെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു മാക്രമേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സ്കില്ല് വേണോ, അതായത് ആദ്യം തന്നെ അറിയണോ, അതറിയാതെ എങ്ങനെ ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സപ്ലൈസ് വേണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് മാക്രമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരാൾക്ക് സ്കില്ല് വേണം, എന്ത് സ്കില്ലാണ് വേണ്ടതിനെക്കുറിച്ച് പറഞ്ഞുതരാം. രണ്ടാമത്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് ഇതിൻ്റെ സപ്ലൈസ്, മാക്രമേ സപ്ലൈസും അതേപോലെ തന്നെ ടൂൾസും. പിന്നെ നമുക്ക് മേജറായിട്ട് വേണ്ടത് ഇൻട്രസ്റ്റ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മാക്രമേ പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ എന്ത് തരം പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡിസൈനിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിന് ഫസ്റ്റ് വണ്ണാണ് സ്കില്ല് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ സ്കില്ലുണ്ടാവും. അപ്പോൾ ഈ മാക്രമേക്കും അതേപോലെ തന്നെ സാധാരണ കാര്യങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വേറൊരു ടൈപ്പ് സ്കില്ലാണ്. അപ്പം നമുക്കത് സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാക്രമേ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം കുറച്ച് പേഷ്യൻസ്, നമ്മളൊരു പുതിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു കുറച്ചൊരു പേഷ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ കാര്യങ്ങളും, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ തെറ്റിപ്പോകാം, അല്ലെങ്കിൽ ഒരു നോട്ട് കെട്ടിക്കഴിയുമ്പോൾ അതെല്ലായിരിക്കും വേറെ വരിക. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ കോഡിന് ലെങ്ത്ത് കുറയുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വരുന്നത്, യൂണിഫോമിറ്റി ഇല്ലായ്മ, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ എല്ലാവർക്കും നോർമലായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പം ഇതൊന്നും ഫുള്ളായിട്ട് ഇതായിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ ഇപ്പോഴും എനിക്കും എത്രയോ മിസ്റ്റേക്സ് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പം മിസ്റ്റേക്സ് ഒക്കെ നോർമലായിട്ട് വിചാരിച്ചിട്ട് നമുക്ക് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാക്രമേൻ്റെ വർക്ക്സ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെയധികം അറ്റൻഷനോട് കൂടി ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ പാറ്റേൺസും വളരെ ആക്യുറേറ്റ് ആയിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ, ഒരു പാറ്റേൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് പാറ്റേൺ കൊടുക്കുന്ന സമയത്ത് അവിടെ തമ്മിലുള്ള ഗ്യാപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോട്ട് കഴിഞ്ഞാൽ ആ അടുത്ത നോട്ട് ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ അതായത് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ എത്ര ഉണ്ടാക്കി, എത്ര വലിയ സാധനങ്ങൾ ഉണ്ടാക്കി, അങ്ങനത്തുള്ള കാര്യങ്ങളല്ല. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഒരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മൾ പാഷനോട് കൂടി ചെയ്യുകയാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെയധികം അറ്റൻഷനോടുകൂടി നല്ല ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ സിമ്മെട്രിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്ന ഓരോ പാറ്റേൺസും തമ്മിൽ സിമ്മെട്രി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് തെറ്റ് പറ്റുക. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകും. കുറേ വലിയ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ മണിക്കൂറുകളൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തായാലും പേഷ്യൻസ് വേണം, പിന്നെ അതേപോലെ തന്നെ അറ്റൻഷനും കൊടുക്കുക എന്നുള്ളത്. അപ്പം തെറ്റ് പറ്റിയാലും സാരമില്ല, നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാക്രമേ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സമയമെടുത്ത് എത്രത്തോളം ഓരോ ബേസിക് ആയിട്ടുള്ള നമുക്ക് ആകെ ഒരു 3-4 നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ നോട്ട്സ് വെച്ചിട്ട് നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിരിക്കും മാക്രമേ പഠിക്കാനായിട്ട്. അതിന് ബേസ് ഒരു നല്ല സ്ട്രോങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് പ്രോഡക്ട്സും അതിലേക്ക് ഇപ്പോൾ മോഡേൺ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെയൊക്കെ നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ബേസ് നമ്മൾ എപ്പോഴും തറവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണം. അതായത് ഒരു വർക്ക്, എൻ്റെ കയ്യിൽ മാക്രമേൻ്റെ കോഡ് കിട്ടി. അപ്പോൾ ഞാൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ഒരു വലിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെങ്കിൽ കൂടെ
അതിൽ നമുക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒന്നിലൊരു കീ ചെയിൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞി വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് വരുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ നോട്ട്സിൻ്റെ ക്ലാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് ആ നോട്ട്സ് പഠിക്കാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ വലിയൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്ന ഒരു 10 അവർ അല്ലെങ്കിൽ ഒരു വലിയൊരു ബാഗ് ഉണ്ടാക്കണം. ബാഗൊക്കെ ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല സമയം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് നോട്ട്സ് ആണ് ശരിയാണ്, പക്ഷെ ഒരുപാട് ടൈം എടുക്കും. ഒരു 10-11 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ സമയം കൂടുതലായി ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറിയ ചെറിയ കുഞ്ഞു പ്രൊഡക്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ചെറുത് തുടങ്ങുന്ന സമയത്ത് അതിലും തെറ്റുകൾ വരാൻ നമുക്കപ്പം ഇത് കറക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. നേരെ മറിച്ച് വലുതാവുമ്പോൾ ഇപ്പം ഞാൻ ഇന്ന് ഒരു സാധനം വിചാരിച്ചു, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ത്രെഡിൻ്റെ ലെങ്ത് കുറയും. അപ്പോൾ നമുക്കത് അതിൻ്റെ ഡിസൈൻ മാറ്റി വേറെ ഇതിലേക്ക്. അപ്പോൾ ആ ഒരു കറക്റ്റ്നെസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കിലും കാര്യങ്ങളിലൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് നോട്ട്സ് കറക്റ്റ് തറവൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒരു 3-4 ബേസിക് നോട്ട്സ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാനായി സാധിക്കും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് നോട്ട് എന്ന ലാക്സ് ത്രെഡ് നോട്ട്, അതായത് ഒരു ത്രെഡിനെ നമ്മൾ എവിടെയാണ് ഹോൾഡ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു കീ ചെയിൻ ആണെങ്കിൽ ആ കീ ചെയിനിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ലാക്സ് ത്രെഡ് നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ നോട്ട് സ്ക്വയർ നോട്ട് ഉണ്ടെങ്കിൽ ബാക്കി പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാം. അതോടെ തന്നെ എന്തായി ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ 2 നോട്ട്സ് വെച്ചിട്ട് തന്നെ വേറെയും കുറേ ആക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ബേസിക് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ബേസിക് നോട്ട്സിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിക് നോട്ട്സ് എപ്പോഴും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഡക്ട്സ് ചെയ്യാനും പറ്റും. പിന്നെ അതിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നെല്ലാം മിക്സ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു ബേസിക് നോട്ട്സ് എപ്പോഴും തറവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള ത്രെഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ സൈസിൽ ഒരു 6mm 5mm തൊട്ട് 3mm to 6mm ഒക്കെ വരെയുള്ള ത്രെഡ് ഇത് യൂസ് ചെയ്തിട്ട് എപ്പോഴും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിനേക്കാളും കുറഞ്ഞ ത്രെഡ് ആവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നോട്ട്സിലൊക്കെ പെർഫെക്ഷൻ നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. നേരെ മറിച്ച് ഒരു 3mm ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6mm വരെയൊക്കെ ഉള്ളതാകുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാൻ. ഇത് എനിക്കങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പം തോന്നിയ കാര്യങ്ങളാണ്. വളരെ ചെറിയ mm-ലുള്ള ത്രെഡ്സ് ആവുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഭംഗി ഉണ്ടാവില്ല. നമുക്ക് അവിടെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇതേപോലെ ഒരു റെയിൻബോ ആയിരുന്നു. അത് നമ്മൾ നോർമൽ വളരെ ചെറുതായിട്ടുള്ള 1mm എന്തോ വെച്ചിട്ട്, പക്ഷെ അത് കറക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പോൾ എനിക്കതിലും ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അതിൽ തുടങ്ങിയപ്പോൾ അന്ന് ഞാൻ ഇതേപോലെ ഇങ്ങനെ എന്താ ഭംഗിയില്ലാത്തെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതുപോലെ നമ്മൾ കുറച്ച് ഈ ഒരു 3mm to 6mm അങ്ങനെയുള്ള കുറച്ച് മീഡിയം ലെവലിലുള്ള ത്രെഡുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്കില്ലിൽ വരുന്ന മെയിനായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയണത്. അതായത് നമ്മളിപ്പോൾ ചെറിയ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അപ്പോൾ അത് തിരുത്തി ആ കോഡ് നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വേറെ അതിനെ യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ നേരെ മറിച്ച് വലുതാകുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതിൽ നമുക്ക് മണി അതിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മാക്രമേ എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതിലും പിന്നെ അതേപോലെ നമ്മുടെ കൈയൊക്കെ ഒന്ന് വഴങ്ങാനും ഒരു ആദ്യത്തെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സാധിക്കും. ഇതൊക്കെ കൊണ്ടാണ് ചെറുതിൽ തുടങ്ങുന്നുള്ളത് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം വളരെയധികം ആൾക്കാർ മാക്രമേ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കമൻസ് അതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇപ്പം ഒരുപാട് മേഖലയിൽ മാക്രമേ വളർന്നു വരുന്നുണ്ട്. അതായത് ഇപ്പം ഡ്രസ്സൊക്കെ നമ്മൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഡ്രസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ്സ്, ഷാൻഡിലിയേഴ്സ്, പിന്നെ അതിൽ ക്രോഷയും മാക്രമേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ പ്രോഡക്ട്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വുഡ് ടെക്സ്ചറിലുള്ള അതേപോലെ തന്നെ ബാംബു കെയിൻസിൻ്റെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, പിന്നെ അതേപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ബാഗ്സ്, ഇയർ
ഇയറിങ്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും മാക്രമേൻ്റെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് മാക്രമേ തുടങ്ങുന്ന സമയത്ത് എല്ലാം ആദ്യം വാങ്ങിക്കൂട്ടാതിരിക്കുക. ഞാനൊക്കെ ഇതിനു മുമ്പ് വേറെ ക്രാഫ്റ്റൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങും. ചിലപ്പോൾ നമുക്ക് ആകെ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല ചില സാധനങ്ങൾ, അത് എന്തിനാന്ന് പോലും അറിയാതെ തന്നെ ആരൊക്കെ ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ ഇത് എടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് മേടിക്കണം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിൻ്റെ മാക്രമേൻ്റെ സപ്ലൈസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.